വിഖ്യാതനായ എഴുത്തുകാരൻ കസൻസാക്കീസ് അദ്ദേഹത്തിൻ്റെ വല്യപ്പനെ കുറിച്ചും വല്യമ്മയെക്കുറിച്ചുമുള്ള ചില ഓർമ്മകൾ എഴുതുന്നുണ്ട്. കസൻസാക്കീസ് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്താണ് താമസിക്കുന്നത്. ക്രീത്ത് എന്ന് പറയുന്ന ദ്വീപിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും മിക്കവാറും അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ വല്യപ്പൻ അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് വരുന്ന സമയത്ത് ക്രിസ്മസ് സമയമായിരിക്കും ആ എത്തുന്ന സമയം. അപ്പോൾ ഒരു നാരകത്തിൻ്റെ ഇല മുഴുവൻ ഇങ്ങനെ കൂട്ടിക്കെട്ടി അതിൽ വെന്ത മാംസവുമൊക്കെ ആയിട്ടായിരിക്കും ഈ കസൻസാക്കീസിനെ കാണാനായിട്ട് വരുന്നത്. അതോടെ കൊണ്ട് അവർക്കെല്ലാം വിതരണം ചെയ്യും. അതിൻ്റെ മനോഹരമായ ഗന്ധം കൊണ്ട് ആ ഭവനമെല്ലാം നിറയും. അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. വർഷത്തിലൊരിക്കൽ മകളെയും കുടുംബത്തെയും കാണാൻ വരികയാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനം തൻ്റെ പ്രിയപ്പെട്ടവളിലേക്ക് വഴുതിപ്പോകും, അതായത് ഇവരുടെ അമ്മച്ചിയിലേക്ക്. അതിപ്രകാരമാണ് എല്ലാ ദിവസവും പാടത്ത് വേല കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ കസൻസാക്കീസിൻ്റെ അമ്മച്ചി വല്യമ്മ ആ വീടിൻ്റെ മുറ്റത്ത് കാണും. അപ്പോൾ ഗ്രീസിൽ ഒരു പാരമ്പര്യമുണ്ട്. ഭർത്താക്കന്മാർ പാടത്തു നിന്ന് പണി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഭാര്യമാർ അവരുടെ കാലുകൾ കഴുകി വേണം അവരെ സ്വീകരിക്കേണ്ടത്. അതെങ്ങനെയാണ്? നമുക്കൊടം തുടങ്ങാവോ? ഒരു ചായ കൊടുക്കുന്നത് തന്നെ വളരെ വിഷമിച്ചാണ്. അത് കിട്ടിയാൽ ഭാഗ്യം. ഇപ്പം പാടവും ഇല്ല, കാൽ കഴുകിച്ചയില്ല, തിരുമേനി പറയുകയാണ്. അങ്ങനെ കാലുകൾ കഴുകി വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കും. അതൊരു ദിനചര്യയാണ്. എന്നാൽ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് തൻ്റെ കാലുകൾ കഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ വല്യപ്പനൊരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവളുടെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്രയോ നാളുകളായി അവളിങ്ങനെ തൻ്റെ കാലുകൾ കഴുകുകയാണ്. ഇപ്പോൾ ഇതാ താൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളുടെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയോ? പ്രിയപ്പെട്ടവളുടെ തലമുടി നരയ്ക്കുന്നത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഈ കാഴ്ച കണ്ടു തുടങ്ങിയ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഈ പാത്രം തട്ടിമാറ്റി. എന്നിട്ട് അവളോട് പറയുകയാണ്, ഈ തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഇനിമേൽ നീ എൻ്റെ കാലുകൾ കഴുകരുത്. കാരണം എൻ്റെ കൈകളിലാണ് നിൻ്റെ തല നരച്ചത്. എൻ്റെ കൈകളിലേക്കാണ് നിന്നെ ഏൽപ്പിച്ചത് വിവാഹ നാളിൽ. എൻ്റെ കൈകളിൽ ഇരുന്നാണ് നിൻ്റെ തല നരച്ചത്. നീ ഇനിമേൽ എൻ്റെ കാലുകൾ കഴുകരുത്. ഇനി മുതൽ നീ എൻ്റെ ദാസിയല്ല, നീ എൻ്റെ രാജകുമാരിയാണ്. അങ്ങനെയാണ്. എങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിലും അദ്ദേഹം പാടത്തു നിന്ന് വരുന്ന സമയത്ത് തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് അവർ മുറ്റത്തിറങ്ങി നിൽക്കും. ഒരു തോർത്ത് കൊണ്ട് വേർപ്പൊക്കെ ഒപ്പി അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറുന്നത്. അദ്ദേഹം ഓർക്കുകയാണ്, അവൾ എൻ്റെ ജീവിതത്തിന് വേണ്ടി അവളുടെ ജീവിതം മാറ്റിവെച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ അവളെയാണ് തോൽപ്പിച്ചിരുന്നത്. ശാരീരികമായും വാക്കുകൊണ്ടുമൊക്കെ അവളേക്കാൾ ബലം എനിക്കാണല്ലോ. എന്നാൽ അന്ന് ആദ്യമായി അവൾ എന്നെ തോൽപ്പിച്ചു എന്നാണ്. ഒരു സന്ധ്യയ്ക്ക് അദ്ദേഹം തൻ്റെ പാടത്ത് നിന്ന് കയറി വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് അവരില്ല. അവിടെ നിന്നാണ് കൃഷി ഉപകരണങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്. വീടിൻ്റെ തിണ്ണയിലേക്ക് കയറിയപ്പോൾ അവിടെയുമില്ല. അവിടെ നിന്നാണ് ഈ തോർത്തുകൊണ്ട് വീർപ്പൊക്കെ ഒപ്പിയെടുക്കുന്നത്. അദ്ദേഹം വീണ്ടും അവരെ അന്വേഷിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉള്ളിലെ അവരുടെ മുറിയിൽ കട്ടിലിൽ അവൾ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. അത് നിത്യമായ ഒരു ഉറക്കമായിരുന്നു. കസൻസാക്കീസിൻ്റെ വല്യപ്പൻ പറയുകയാണ്, അന്ന് അവൾ എന്നെ ആദ്യമായി തോൽപ്പിച്ചു. ചില കണക്കുകൾ അങ്ങനെയാണ്. വിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ നിതാന്തമായ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കരുണയുടെയും ഒരു ആൾരൂപമായിട്ട് അമ്മ നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ അമ്മമാരും ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുമ്പോഴാണ് വിശുദ്ധ കന്യകമറിയാമിൻ്റെ ഈ വാങ്ങിപ്പ് പെരുന്നാളും ഈ ശൂനോയോ നോമ്പും നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. ഓരോ പുരോഹിതൻ്റെയും മേൽപ്പട്ടക്കാരൻ്റെയും വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരമ്മയുണ്ട്. അമ്മമാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ധാരാളം ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അടുത്തിടെ എൻ്റെ പള്ളിയിൽ വെച്ച്
എനിക്കൊരു ഇടവകയിലെ സന്ദർശനത്തിനായിട്ട് ചെന്നപ്പോൾ അവരുടെ വല്യമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം എനിക്ക് നൽകുകയുണ്ടായി. അഭിമന്യ തിരുമനസ് തിരുമേനിയുടെ ഇഷ്ടപ്പെട്ട വേദവാക്യങ്ങളൊക്കെ എന്നെ കാണിച്ചു. അതോടൊപ്പം തന്നെ തിരുമേനി കാണിക്കാതെ തിരുമേനി കയ്യിലിരുന്ന ഒരു പുസ്തകം ഞാൻ ഉള്ളികണ്ണിട്ട് നോക്കുകയുണ്ടായി. അതും ഒരു അമ്മയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. തിരുമേനി അതിന് മിക്കവാറും ഒരു അവതാരിക എഴുതാനായിരിക്കും അവരത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മുടെ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും എഴുതുവാനും പറയുവാനും ഉണ്ടെങ്കിൽ അത് എഴുതുക തന്നെ ചെയ്യണം. അത് വലിയ പുസ്തകമായില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം നമ്മുടെ അലമാരിയിൽ നാം വായിക്കാതെ ചുരുട്ടി വെച്ചിരിക്കുന്ന ആധാരക്കെട്ടിനോളുമെങ്കിലും ഒന്ന് എഴുതാൻ. കാരണം അത് തുറന്നാൽ മിക്കവർക്കും ദണ്ണമാണ് വരുന്നത്. അതുകൊണ്ടത് പലരും തുറന്ന് വായിക്കാറുമില്ല. അത്രത്തോളം എങ്കിലും നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചൊന്ന് എഴുതുവാനും ഓർക്കുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ കന്യകമറിയാമിൻ്റെ ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പെരുന്നാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മാതൃത്വത്തെ ഒന്ന് പുതുക്കുന്നതിനും പിതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമായിട്ട് നാം ഈ നോമ്പുകാലത്തെ കാണേണ്ടത് ഏറെ ആവശ്യമാണ്. അനുഗ്രഹീതമായ ഈ സമയത്ത് റോമാലേഖനം, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒരു ഭാഗം റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. വാട്ട് വി വിയർ ദാറ്റ് വി ആർ. നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ. പുരോഹിതന്മാരുടെ വേഷം കാണുമ്പോൾ മനസ്സിലാക്കാം അത് പുരോഹിതരാണ്. മാതാപിതാക്കൾക്ക് അവരുടേതായ വേഷവിധാനങ്ങളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ വേഷവിധാനങ്ങളുണ്ട്. ധരിക്കുക. കുഞ്ഞ് ജനിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഗർഭം ധരിക്കുക. വിശുദ്ധ കന്യകമറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു. അപ്പോൾ ധരിക്കുക എന്നുള്ളതിന് ആഴമായ ഒരു അർത്ഥമാണ് ഉള്ളത്. ബി ക്ലോത്ത് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക. സുവിശേഷ സംഘത്തിലെ വിശ്വാസധീരരായ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അതൊരു ഗ്രീക്ക് ഫ്രേസാണ്. ഇറ്റ്സ് എ ഗ്രീക്ക് ഫ്രേസ്. അത് പൗലോസ് ശ്ലീഹ ഇത് എഴുതുന്ന സമയത്ത് അവിടെ നിലനിന്നിരുന്ന ഒരു ഗ്രീക്ക് ഫ്രേസാണ്. ആ ഗ്രീക്ക് പദപ്രയോഗത്തിൻ്റെ അർത്ഥം നാം ആരെയാണോ ധരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കുക. ഒന്നാമതായി ടു എൻറ്റർ ഇൻ ടു ഹിസ് വ്യൂസ്. ആരെയാണോ നാം ധരിച്ചിരിക്കുന്നത് ആ കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കുക. കോൺഗ്രസ്സുകാരൊക്കെ കതർ ധരിക്കും. ഈയിടെ പത്രത്തിൽ കണ്ട് ഭരണം കിട്ടിയപ്പോൾ കൂടുതലായിട്ട് കതർ വസ്ത്രങ്ങൾ ചിലവാകുന്നുണ്ട്. അപ്പോൾ കതർ ധരിക്കുമ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച തദ്ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ ധരിക്കുക. അതാണ് ടു എൻറ്റർ ഇൻ ടു ഹിസ് വ്യൂസ് ഒന്നാമതായി. രണ്ടാമതായി ടു ഇമിറ്റേറ്റ് ഹിം. ആരെയാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അനുകരിക്കുക, ക്രിസ്താനുകാരികളായി തീരുക എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലോസ്ലി ഫോളോസ്. മൂന്നാമതായി ആൻഡ് ബി ഹോളി ഓൺ ഹിസ് സൈഡ്. പൂർണ്ണമായും നാം ധരിച്ചിരിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുക. ഈ അർത്ഥത്തിലാണ് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, യവന പശ്ചാത്തലത്തിൽ ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നത്. ഇത് റോമാക്കാരോട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ പൗലോസ് ശ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആശയത്തെയും വചനത്തെയും റോമാജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അവരാരും അറിവില്ലാത്തവരോ വിവരമില്ലായ്മയിൽ ജീവിക്കുന്ന ആളുകളോ അപരിഷ്കൃതരായിട്ടുള്ള ആളുകളോ അല്ല. അതിശക്തമായ തത്വശാസ്ത്രങ്ങളും ഭരണ സംവിധാനങ്ങളും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ അവിടെ ഉണ്ട്. അത് നിലനിൽക്കുമ്പോൾ അവർക്കിടയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിഷ്ഠിക്കുകയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇനിമേൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ.
വിശുദ്ധ വേദപുസ്തകം നമ്മൾ ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ ഈ വസ്ത്രധാരണത്തിൻ്റെ അനേക ഭാവതലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദിയിലേദനിൽ ആദമിന് ഹവ്വയ്ക്കും നാണം തോന്നിയപ്പോൾ അവർ ഇല തുന്നി ശരീരത്തോട് ചേർത്ത് വെച്ചു. തൊട്ടടുത്ത അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്, യഹോവയാം ദൈവം അവരെ തോൽ ഉടുപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് യാക്കോബ് അവനെ അധികമായി സ്നേഹിച്ച് അനേക നിറങ്ങളുള്ള ഒരു അങ്കി അവനെ ധരിപ്പിച്ചു. ഇസഹാക്കിനെ ഏശാവും യാക്കോബും അല്ലേ, അവര് വേട്ടയിറച്ചി കൊണ്ട കൊടുക്കുവാൻ നേരം യാക്കോബ് വളരെ ഭംഗിയായിട്ട് തൻ്റെ വസ്ത്രത്തിലൂടെ കളിപ്പിക്കുന്നുണ്ട്. ആടിൻ്റെ തോൽ ധരിച്ച് അതേ യാക്കോബിനെ യാക്കോബിൻ്റെ മക്കൾ വസ്ത്രത്തിലൂടെ കളിപ്പിക്കുന്നുണ്ട്. താൻ ഏതിനാൽ തൻ്റെ പിതാവിനെ വഞ്ചിച്ചുവോ അതിനാൽ തൻ്റെ മക്കൾ യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷം അവൻ്റെ വസ്ത്രം കീറി. ഏത് മൃഗത്തിൻ്റെ തോലുടുത്ത് താൻ തൻ്റെ അപ്പനെ വഞ്ചിച്ചുവോ അതേ മൃഗത്തിൻ്റെ ചോരയിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വസ്ത്രം മുക്കിക്കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ എല്ലാത്തിനും ഒരു തുടർച്ചയുണ്ട്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോഴും ഈ വസ്ത്രത്തിൻ്റെ സ്വാധീനം നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വസ്ത്രം അല്ലേ, അത് കീറുവാൻ ഒരുങ്ങിയപ്പോൾ അതിന് മനസ്സാകാതെ അവർ അതിന് ചീട്ടിട്ടു. ആ വസ്ത്രം കീറാൻ സാധിക്കത്തില്ല. കാരണം പാപത്താൽ വികൃതമായി പോയിരുന്ന മനുഷ്യവർഗത്തെ വസ്ത്രം ധരിപ്പിക്കുവാൻ വന്നവൻ്റെ വസ്ത്രം കീറുവാൻ അനുവാദമില്ല. അതുകൊണ്ടത് കീറിയില്ല, അത് ചീട്ടിട്ടു. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ മൂപ്പൻ ചോദിക്കുകയാണ്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന വലിയൊരു പുരുഷാരം അവരെ കണ്ടിട്ട് ചോദിക്കുകയാണ്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? വീണ്ടും പറയുകയാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി നന്നായി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അല്ലേ. ആ വലിയ ഭാഗ്യാവസ്ഥ. അങ്ങനെ സുവിശേഷത്തിൽ ആകമാനം നമ്മൾ ഈ വസ്ത്രത്തെക്കുറിച്ച് കാണുന്നുണ്ട്. വസ്ത്രം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു പുതപ്പല്ല. പുതപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകും. പുതപ്പല്ല വസ്ത്രം. വസ്ത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഇഴുക്കിച്ചേർത്തിരിക്കുകയാണ്. കൈകൾക്കിടയിലൂടെ കാലുകൾക്കിടയിലൂടെ ഒരു അരക്കെട്ടിലൂടെ അതങ്ങനെ കൊളുത്തിയിട്ടിരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് പറിച്ചു മാറ്റിക്കളയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് വസ്ത്രം. യോസഫ് അങ്ങനെ പൊത്തിഫേറിൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ വസ്ത്രം ഊരിക്കളഞ്ഞതിന് ശേഷം ഓടിപ്പോകുന്നുണ്ട്. അവളുടെ കയ്യിൽ യോസഫിൻ്റെ വസ്ത്രം മാത്രമായി എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിലിരിക്കുന്നത് യോസഫിൻ്റെ നിലപാടാണ്. എൻ്റെ യജമാനൻ്റെ വീട്ടിൽ എനിക്ക് എല്ലതും സർവാധീനമായിരിക്കുന്നു, നീ ഒഴികെ. അവളുടെ കയ്യിൽ ആ വസ്ത്രം മാത്രമായപ്പോൾ ആ ഓടിപ്പോയവൻ്റെ നിലപാടാണ് അവളുടെ കൈകളിൽ ഇരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം ഈ വസ്ത്രത്തിൻ്റെ മർമ്മം ആദ്യോടന്തം അതിൻ്റെ വചനഭാഗങ്ങളിലൂടെ ചുരുളഴിക്കുന്നുണ്ട്. ഏകദേശം 1400 വർഷമായിട്ട് ഞാൻ ഈ വായിച്ച വേദഭാഗത്തിന് നമ്മുടെ സഭയിൽ വലിയൊരു പ്രസക്തിയുണ്ട് സഭാ ചരിത്രത്തിൽ. കാരണം ഇതൊരു വിശുദ്ധൻ്റെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മറ്റാരുമല്ല, സെയിൻറ്റ് അഗസ്റ്റിനാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ തൻ്റെ ചെറുപ്പകാലം വളരെയേറെ തിന്മകളിലൂടെയും മ്ലേച്ഛതകളിലൂടെയും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെയും കടന്നുപോയൊരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഈ നികൃഷ്ടമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ തിരുമേനി പറഞ്ഞതുപോലെ അദ്ദേഹം വലിയൊരു പ്രസംഗകനായിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗ അധ്യാപകനായിരുന്നു. മിലാനിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു റെട്ടറിക് പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു. ക്രിസ്ത്യാനികളെ എവിടെ കണ്ടാലും അവരുമായിട്ടും അഗസ്റ്റിൻ തർക്കത്തിൽ ഏർപ്പെടുമായിരുന്നു. ജീവിതത്തിൻ്റെ യൗവന തെളിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ അഗസ്റ്റിന് വേണ്ടി ഒഴുകുന്ന കണ്ണുനീരിൻ്റെ ഒരു ഉടമയുണ്ടായിരുന്നു. അത് അഗസ്റ്റിൻ്റെ അമ്മയായിരുന്നു. ആ അമ്മയുടെ പേര് നിങ്ങൾക്കറിയാമോ? മോണിക്ക. മോണിക്ക എന്നായിരുന്നു അഗസ്റ്റിൻ്റെ അമ്മ. അഗസ്റ്റിൻ അമ്മയെ വലിയ കാര്യമാണ്. അമ്മ കരയുന്നതൊക്കെ അഗസ്റ്റിൻ കാണുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ ബന്ധപ്പെട്ടിരുന്ന ഒരു ആത്മീയ പിതാവും ഉണ്ടായിരുന്നു, മിലാനിലെ വിശുദ്ധ ആംബ്രോസ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അഗസ്റ്റിന് വലിയ ഇഷ്ടമാണ്.
അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് അഗസ്റ്റിൻ ഇങ്ങനെ കേൾക്കാൻ പോകും. സുവിശേഷമൊക്കെ അല്പാൽപമായിട്ടൊക്കെ കേൾക്കും. നമ്മളെപ്പോലെ സമയം കിട്ടുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്നതെങ്കിലുമൊക്കെ കേൾക്കും. അഗസ്റ്റിന് അത് വളരെ താല്പര്യമായിരുന്നു. ഒരിക്കൽ ഈ മിലാനിലെ ആംബ്രോസിൻ്റെ പ്രസംഗം കേട്ട് ആ പ്രസംഗം നടക്കുന്ന പൂന്തോട്ടത്തിൽ ഈ അഗസ്റ്റിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് പോയി, ബിഷപ്പും പോയി, ആംബ്രോസും പോയി. അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നു. ചരിത്രം പറയുന്നത് അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ ആ പൂന്തോട്ടത്തിൽ കൂടി ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ചെടിയുടെ കീഴിലുള്ള പാറക്കെട്ടിൻ്റെ മുകളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം ഇരിക്കുന്നു. റോമാലേഖനം മാത്രമേ ഉള്ളൂ. അതവിടെ ആ ചെടിയുടെ ചുവട്ടിൽ ഒരു പാറക്കെട്ടിലിരിക്കുകയാണ്. പ്രസംഗം കേൾക്കാൻ വന്ന ആരെങ്കിലും മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. മറന്നു വെച്ചിട്ട് പോകാൻ പറ്റുന്നത് അതല്ലേ ഉള്ളൂ. കല്യാണം കഴിയുമ്പോൾ ഓഡിറ്റോറിയത്തിലെ സകല സാധനങ്ങളും കൊണ്ടുപോയാലും വേദപുസ്തകം മാത്രം സമ്മാനം കിട്ടിയത് അവിടെ അവശേഷിക്കുമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ഇതവിടെ ഇരുന്നു. പക്ഷെ അത് ഗുണമായി. പെട്ടെന്ന് ഒരു ശബ്ദം അഗസ്റ്റിൻ്റെ അന്തരാത്മാവിൽ മുഴങ്ങുകയാണ്. ടേക്ക് ഇറ്റ് ആൻഡ് റീഡ്. എടുത്ത് വായിക്കുക എന്നതാണ് ആ ശബ്ദം. അദ്ദേഹം ആ പുസ്തകം തുറന്നു കിട്ടിയത് ഇപ്പോൾ ആമുഖത്തിൽ വായിച്ച വേദഭാഗമാണ്. റോമാലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇതിലൂടെ എല്ലാം അഗസ്റ്റിൻ കടന്നു പോവുകയാണ്. നാമും നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതേണ്ടുന്ന വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് വായിച്ച ആ നിമിഷം അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുകയാണ്. ദീർഘമായൊരു നോമ്പോ, ദീർഘമായൊരു ഉപവാസമോ, ദീർഘദൂരമുള്ള ഒരു തീർത്ഥയാത്രയോ അല്ല അഗസ്റ്റിനെ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പൂന്തോട്ടത്തിലിരുന്ന ഒരു വചനപുസ്തകം, അത് തുറന്ന ഒരു മാത്ര, അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹി ഫെൽറ്റ് ദ ഇമ്പോർട്ട് ആൻഡ് പവർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ആ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു, ഗാഠമായി ഇറങ്ങി. മഴ പെയ്യുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ വീഴുമെങ്കിലും മണ്ണിൻ്റെ സൂക്ഷ്മരന്ധ്രികളിലൂടെ അത് ഭൂമിക്കുള്ളിലേക്ക് പോകുന്നുണ്ട്, ജലാശയങ്ങളിലേക്കും തടാകങ്ങളിലേക്കും പോകുന്നുണ്ട്. ആ ദൈവവചനത്തിൻ്റെ ഗുരുത്വം ആ വചനം കേട്ട മാത്രയിൽ അഗസ്റ്റിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. അതിൻ്റെ ശക്തി അഗസ്റ്റിനെ പിടിച്ചുലച്ചു. ആ പൂന്തോട്ടത്തിൽ വെച്ച് അഗസ്റ്റിൻ സെയിൻ്റ് അഗസ്റ്റിനായി മാറുകയാണ്. അതുവരെയുള്ള തൻ്റെ തർക്കശാസ്ത്രത്തിലെ പ്രാവീണ്യം, തൻ്റെ പ്രഭാഷണത്തിലെ പ്രാവീണ്യം, വെട്ടിപ്പിടിക്കുവാനുള്ള തൻ്റെ യൗവനത്തിൻ്റെ തിളപ്പ്, അതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി മാറ്റപ്പെടുകയാണ്. പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് പുതിയ മനുഷ്യനായി പൗലോസിൻ്റെ ജീവിതം ശൗലിൽ നിന്നും പൗലോസിലേക്ക് മാറ്റപ്പെടുന്നത് പോലെ ആ വലിയ മാറ്റം അവിടെ അനുഭവിക്കപ്പെടുകയാണല്ലേ. പിന്നീട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി, പുരോഹിതനായി, മെത്രാപ്പോലിത്തയായി. ആഫ്രിക്കയിലെ ഹിപ്പോ എന്ന സ്ഥലത്തെ മെത്രാപ്പോലിത്തയായിട്ട് അദ്ദേഹം മാറ്റപ്പെടുകയാണ് AD 395. മിലാനിലെ പേരെടുക്കപ്പെട്ട വലിയ എഴുത്തുകാരിലേക്ക്, ലാറ്റിൻ പിതാക്കന്മാരുടെ ഗണത്തിലേക്ക് അഗസ്റ്റിൻ മാറ്റപ്പെടുകയാണ്. അതാണ് മാറ്റം. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവീൻ എന്ന വാക്യത്തിൻ്റെ ആ വലിയ പരിവർത്തന ശക്തി അനുഭവിച്ച ആ വിശുദ്ധൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കാലശേഷവും 400 മുതൽക്കൊക്കെ തന്നെ ഏകദേശം 1400ഓളം വർഷങ്ങളായി ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവീൻ എന്നുള്ള ഒരു വലിയ ആ വാക്യത്തിൻ്റെ അർത്ഥ പശ്ചാത്തലം അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഏറെ ധരിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെഴുതി മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടുന്ന ഒരു വേദഭാഗമാണത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ ധരിക്കും? അഭിമന്യ തിരുമേനി ആമുഖത്തിൽ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. പുറമേക്ക് നമ്മൾ വസ്ത്രം ധരിക്കാം, എന്നാൽ പുറമേക്ക് വസ്ത്രം നാം ധരിക്കുമ്പോഴും നാം ഉള്ളിലാണ് അതിനെ ധരിക്കുന്നത്.
നമ്മളിലെ ആന്തരിക മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് നിരന്തര പ്രാർത്ഥനയും നിരന്തരമായ വചനവായനയും നോമ്പുപവാസങ്ങളിലൂടെയുള്ള നമ്മുടെ ആഴമായ പ്രയാണവും കൂടിയേ സാധിക്കുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിശക്തമായിട്ട് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ ധരിക്കും എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ വചനത്താൽ ധരിക്കണം. രണ്ടാമതായി നോമ്പുപവാസങ്ങളാൽ നമ്മൾ ധരിക്കണം. മൂന്നാമതായി നിരന്തര പ്രാർത്ഥനയാൽ നയിക്കണം, ധരിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടത് ഏറെ ആവശ്യമാണ്. ആത്മീയ ജീവിതം ഒരു പണിയും ഇല്ലാത്തവരുടെ പണിയല്ല. ഒരു പണിയുമില്ല എന്നാൽ അങ്ങ് പള്ളിയിൽ പോയേക്കാം. ഒരു പണിയുമില്ല എന്നാൽ വേദപുസ്തകം എടുത്ത് വായിച്ചേക്കാം. അതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരമായ ഒരു അനുഷ്ഠാനവും സാധനയുമായിട്ട് മാറേണ്ടത് ഏറെ ആവശ്യമാണ്. വചനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ ധരിക്കും? ടേക്ക് ഇറ്റ് ആൻഡ് റീഡ് അല്ലേ? അഗസ്റ്റിനോട് പൂന്തോട്ടത്തിൽ വെച്ച് ദൈവാത്മാവ് ഓർപ്പിച്ചതുപോലെ ടേക്ക് ഇറ്റ് ആൻഡ് റീഡ്. അത് നമ്മുടെ കൈകളിലെടുക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം വചനത്തെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. മുൻബന്ധത്തേക്കാൾ മനുഷ്യർ ഏറെ അസ്വസ്ഥരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരു ഡിപ്രഷനാണ്. ഇന്നലെ എന്നോട് സംസാരിച്ച ഒരാൾ ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് രാവിലെ എന്നെ ഫോൺ ചെയ്ത ഒരു വ്യക്തി ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കും തോന്നും ഡിപ്രഷനാണോ, എന്താണ് സംഭവിക്കുന്നത്? എല്ലായ്പ്പോഴും പൂർണ്ണ സന്തോഷത്തിലും ആത്മനിറവിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകുന്നത് ഈ ലഘിമയാണ്. ലഘുവായി ജീവിതത്തെ സരളമായി കാണാനുള്ള ഒരു ശക്തി, സൗമ്യത നമുക്ക് നൽകുന്നു ക്രിസ്തീയ ജീവിതം. ശാന്തമായ മനസ്ഥിതി നമുക്ക് നൽകുന്നു. ഇത് നൽകണമെങ്കിൽ ഈ വചനത്തെ പിൻപറ്റിയേ നമുക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ ഏത് വെച്ചുകെട്ടുകൾക്ക് പിന്നാലെ പോയാലും ഹൃദയത്തിൻ്റെ സ്വസ്ഥതയും ശാന്തിയും അത് നമുക്ക് നൽകുന്നില്ല. അല്പസമയത്തേക്ക് കിട്ടും, പിന്നീട് ഇരട്ടിയാകും. നമ്മുടെ ജീവിതത്തിൽ ലോകപ്രകാരം നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖത്തിനും നമ്മൾ കപ്പം കൊടുക്കേണ്ടതായിട്ട് വരും. ഓരോ സുഖാനുഭവത്തോടൊപ്പവും ലോകത്തിൻ്റെ സുഖാനുഭവത്തോടൊപ്പവും ഓരോ ദുഃഖത്തെ കൂടി ചേർത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ കപ്പം കൊടുക്കേണ്ടാത്തതായ പൂർണ്ണ സന്തോഷത്തോടുകൂടി അനുഭവിക്കാവുന്ന ഏക സുഖം, ഏക ആത്മീയ ജീവിതം അത് ക്രിസ്തീയ ജീവിതമാണ് അല്ലേ? അത് ഉള്ളിൽ അനുഭവിക്കുന്ന സുഖത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ്. ഞാൻ വീട്ടിലിരിക്കുന്ന ആധാരത്തെക്കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും തുറന്നു നോക്കാറുണ്ടോ? വല്യപ്പൻ എഴുതിയതല്ലേ? അതാത് പറഞ്ഞ് എടുത്ത് വായിച്ചാൽ ദണ്ണം വരും. നമുക്ക് പഴയതുപോലതും ഓർമ്മ വരും. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് അത് തുറക്കാൻ പറ്റത്തില്ല. പല മുറിയും നമുക്ക് തുറക്കാനായിട്ട് സാധിക്കത്തില്ല. പല കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. അത് തുറന്നാൽ ജീവിതത്തിൻ്റെ പല സമസ്യകൾക്കും പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ദൈവാത്മാവാണ് വിശുദ്ധ വചനഭാഗം തുറക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധാരമായി തീർന്നിരിക്കുന്നത്. വീട്ടിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന വല്യപ്പൻ എഴുതിയതല്ല ആധാരം.